എല്ലാവർക്കും ബെസ്റ്റ് മീഡിയ ട്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ കബ് തക്ക് എന്ന് പറഞ്ഞ ലെസണാണ് എടുക്കുന്നത്. അതിലെ നോട്ട്സ് ആണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്നി പഹചാൻ ജാനനെ കെ ലിയെ ദൂസരെ കാ മുഹ് ജോത്തെ രഹന, ഇസ്സെ ആപ്നെ ക്യാ സംജ. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി അറിയാൻ മറ്റൊരാളുടെ മുഖം തിരിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ആൻസർ വായിക്കാം. ഇസ്ക അർത്ഥ ഹെ ദൂസരോം കെ ആശ്രയമേം ജീന, അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. കി തുമാര ഇതിഹാസ് തുമ്നെ നഹി ഉസ്നെ ലിഖാ ഹെ, ഇസ്മേം കിസ് ബാത് കി ഓർ സങ്കേത് ഹെ. അർത്ഥം വായിക്കാം. നിങ്ങളുടെ കഥ നിങ്ങൾ എഴുതിയതല്ല, അവൻ എഴുതിയതാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. अपनी कहानी लिखने स्त्रियों को हक नहीं. कविता में कवयित्री पूछती है कि किसी की कहानी में उल्लेखित होने में तुम कब तक खुशी पाएंगे और अपनी कथा लिखने की अनुमति उसको क्यों दोगे. ഇതാണ് ആൻസർ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതാൻ സ്ത്രീകൾക്ക് അവകാശമില്ല. മറ്റൊരാൾ എഴുതിയ കഥയിൽ നിങ്ങൾ പരാമർശിക്കപ്പെടുന്നതിൽ എത്ര നാൾ സന്തോഷിക്കും? നിങ്ങളുടെ കഥ എഴുതുവാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നതെന്തിന് എന്ന് കവയിത്രി ചോദിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ, മീൻസ് അർത്ഥം ട്ടോ. कि आत्मसम्मान से बड़ी कोई चीज़ नहीं होती. इन पंक्तियों पर अपना विचार प्रकट करें. ആത്മാഭിമാനത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഇനി ആൻസർ വായിക്കാം. आत्मसम्मान किसी व्यक्ति की अपनी योग्यता या नैतिकता पर भरोसा है. आत्मसम्मान में खुद के बारे में विश्वास के साथ साथ भावात्मक स्थितियाँ शामिल है. जो भी हो, हमें दूसरों पर निर्भरता से मुक्त होकर अपने जीवन की जिम्मेदारी स्वयं लेने पर आत्मतृप्ति मिलती है. हमें यह चिंता हमेशा होनी चाहिए कि हमारी सहायता के लिए कोई नहीं आएगा. तब हम दुनिया में अपना स्थान खोज निकाल सकते हैं. इसके लिए हमें आत्मविश्वास यानी खुद के बारे में अटल विश्वास होने चाहिए. आत्मसम्मान के साथ जीने से बड़ी कोई चीज़ नहीं होती. ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ആത്മാഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആത്മാഭിമാനത്തിൽ അവനവനോടുള്ള വിശ്വാസത്തോടൊപ്പം വൈകാരികമായ സ്ഥിതിഗതികളും കൂടിച്ചേരുന്നു. എന്തായാലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം ജീവിതത്തിൻ്റെ ചുമതല സ്വയം ഏറ്റെടുക്കുമ്പോൾ നമുക്കെന്താ ആത്മസംതൃപ്തി ഉണ്ടാകുകയാണ്. നമ്മുടെ സഹായത്തിനായി ആരുണ്ടാകില്ല എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോൾ ലോകത്തിൽ നമുക്ക് സ്വന്തമായി ഒരു ഇടം കണ്ടെത്താൻ കഴിയും. അതിനായി നമുക്ക് ആത്മവിശ്വാസം, അതായത് സ്വയം അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ മഹത്തരമായ മറ്റൊന്നുമില്ല.